ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 5:30 ആവാനായിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കില്ല. രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നേരെ അടുക്കളയിട്ട് കയറിയിട്ടുണ്ട്. പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട്. എനിക്കാണെങ്കിൽ തലേദിവസം രാത്രി ഉറങ്ങാൻ നല്ലോണം വൈകി. അതുകൊണ്ട് രാവിലെ ഒരു ഉറക്കം തെളിഞ്ഞിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്കേ കോട്ടുക ഇട്ടുകൊണ്ടേ ഉണ്ട് കേട്ടോ. പാത്രം കഴുകലും ഒന്ന് അടിക്കലും തുടയ്ക്കുന്നൊക്കെ പരിപാടി രാവിലെയാണ് കേട്ടോ. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കിങ്ങിണിയും മാഷേട്ടനും മാല ഇട്ടിട്ടുണ്ട്. അവർ ഭജനമഠത്തിലേക്ക് ശരണം വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെയാണ് കേട്ടോ ഈ പരിപാടിയെല്ലാം തുടങ്ങുന്നത്. തലേദിവസം രാത്രി ഭജനമഠത്തിൽ ഭജന ഉണ്ടായിരുന്നു. അതായത് ശനിയാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ ഉറങ്ങിയത് കൊണ്ട് ഒക്കെ കൊടുത്തില്ല. അപ്പം ഞാനിത് രാവിലെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പിലെ വെണ്ണീറൊക്കെ ഒന്ന് വാരിയിട്ട് പുറത്തേക്ക് കൊണ്ടിടാന്ന് കേട്ടോ. നമ്മളിവിടെ വെണ്ണീറെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചാരെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും അല്ലേ. അങ്ങനെ അടുപ്പിലെ വെണ്ണീറൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കിയ ശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കിങ്ങിണിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഇന്നിപ്പം ചോറും കറിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലത്തെ ചായക്കുള്ള പലഹാരവും കറിയുടെയും മാത്രമേ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് എണീച്ചത്. അല്ലെങ്കിൽ ഒരു 4 മണി 4:30 ആകുമ്പോൾ എല്ലാം എഴുന്നേക്കൂട്ടാ. ആ സമയമാകുമ്പോൾ എഴുന്നേച്ചെങ്കിൽ മാത്രമേ രാവിലെ ഒക്കെ കൊണ്ടുപോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് ചോറും ഒരു ചാറുകറിയും ഒരു ഉപ്പേരിയും എല്ലാം ആവുള്ളൂ. രാവിലെ പിന്നെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. രാവിലെ ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുമില്ല. അല്ലെങ്കിൽ എപ്പോഴും ഞാനൊരു ഷോർട്ട് വീഡിയോ അധികം ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതും ഇടുന്നില്ല. ഇടാൻ ശ്രമിക്കണം എന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒന്ന് അടുക്കളയിൽ കയറി അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഹാളും സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കണം. പിന്നെ റൂമിൻ്റെ ഉള്ളൊന്നും രാവിലെ ഞാൻ വൃത്തിയാക്കുന്നില്ല, എല്ലാവരും കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം രാവിലെ ഇത്ര സ്ഥലത്ത് മാത്രമേ ഒന്ന് തുടച്ച് അടിച്ച് വൃത്തിയാക്കൽ. ബാക്കിയൊക്കെ വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ വൃത്തിയാക്കലും മറ്റുമൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല പൂജാമുറി കൂടി ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് കിണ്ടിയിൽ വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവെക്കണം പൂജാമുറിയിൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാവിലെ ഉറങ്ങി എണീക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ പണിയെല്ലാം ആയി. ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ കുറേ പണി ഒരുങ്ങിയ പോലെയാട്ടോ നമുക്ക് തോന്നുന്നത്. രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ചോറും കറിയും ഉപ്പേരിയും ചാറുകറിയും എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. മക്കൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നിന്ന് അവർ നല്ല ചൂട് ചോറും ഉപ്പേരിയും ചാറുകറിയെല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചോളും. ഇതിപ്പോൾ സാമി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ രാവിലെയൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചോറ് വെക്കില്ല. ചോറ് കുറച്ച് വൈകിട്ടാണ് കേട്ടോ വെക്കൽ. ഒരു പക്ഷേ ചാറ് കറി രാവിലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് എല്ലായിടത്തും ഒന്ന് അടിച്ചതിന് ശേഷം തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമല്ല ഇനിയിപ്പം ഭക്ഷണമെല്ലാം പാകം ചെയ്യാൻ പറ്റുള്ളൂ. കുളിച്ചിട്ടെല്ലാം വേണമല്ലോ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സമയമാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ രാവിലത്തെ പാത്രം കഴുകലും അടിക്കലും തുടയ്ക്കലും ഒക്കെ ഒരു നേരത്തെ പണി തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഉപ്പേരിയും ചോറും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ, തിരക്കില്ലല്ലോ എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തറവാട്ടിൽ തെയ്യമുണ്ട്. അപ്പം അവിടെ സാമിമാർക്കുള്ള ചോറും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റത്ത് വന്നിട്ട് മുറ്റം അടിച്ചു. കുറച്ചധികം മുറ്റം നല്ല വൃത്തിക്ക് അതിന് ശേഷം എല്ലായിടത്തും ഒന്ന് ചാണകമൊക്കെ തളിച്ചതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. ഇനി വേണം ഓരോന്നായിട്ട് തുടങ്ങാനായിട്ട്. അത് തന്നെ കുളിച്ച് വന്നതിന് ശേഷം കിണറിൽ നിന്ന് ഒരു മണി വെള്ളം എടുത്തിട്ട് വരാൻ വിചാരിച്ചു. വെള്ളം എടുത്ത് കൊണ്ടിട്ട് കിണ്ടിയിൽ പൂജാമുറിയിൽ കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. കിണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് മുറ്റത്ത് തന്നെ ഒരു മയിലുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മയിൽ വേഗം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തും നമ്മളെ നാട്ടിൻ്റെ പരിസരത്തൊക്കെ ധാരാളം മയിലൊക്കെ ഇങ്ങനെ കാണലുണ്ട് കേട്ടോ. പണ്ടൊന്നും അങ്ങനെ കാണലുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീടിൻ്റെ മുകൾ വശത്തൊക്കെ വന്നിട്ടാണ് മയിൽ കുത്തിയിരിക്കുന്നത്. പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല
വെളിച്ചം വന്നിട്ടുണ്ട്, നേരം നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായയുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ വെള്ളം കൊണ്ടുവന്നപാട് വേഗം കിണ്ടിയിൽ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കുടിവെള്ളം കുറച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടയാണ് കേട്ടോ. ഉണ്ടക്ക് പുഴുങ്ങലരി ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് കുറച്ചായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പുട്ടിന് ഒരു പാകം ഉണ്ടാവുമല്ലോ, ആ ഒരു തരത്തിലാട്ടോ പൊടിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള തേങ്ങയും ഞാൻ ചിരകി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പൊടിയുപ്പും വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഉരുളയാക്കാൻ പാകത്തിനാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നുള്ളത്. കുഴച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കുക കുറച്ച് നേരം. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയായിട്ട് വെക്കുന്നത് ചെറുപയർ കറിയാണ്. ചെറുപയർ പുളിവെള്ളമായിട്ടാണ് കേട്ടോ വെക്കുന്നത്, തേങ്ങ അരച്ചിട്ടല്ല. പുളിവെള്ളം കറിയും നമ്മൾ പറയൂടാ. പിന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ചെറുപയർ കുക്കറിലിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, നീരുള്ളി, പച്ചമുളകും വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അപ്പച്ചമ്പിൽ തീയെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് ആവിയിലാട്ടം നമ്മൾ ഉണ്ട വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് അടുപ്പിൽ തീ കത്തിച്ച് വെച്ചു. അതിനുശേഷം നമ്മുടെ ഉണ്ട ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ രാവിലത്തേക്ക് മാത്രമല്ലേ ഉണ്ട ആവശ്യമുള്ളൂ, അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കെന്തോ ഇന്ന് കുറച്ച് ബെല്ലമിട്ട കാപ്പി ഉണ്ടാക്കണം തോന്നി, കൂടെ ബെല്ലത്തിൻ്റെ കാപ്പി ഉണ്ടാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകും കരിയാമ്പും എണ്ണയിൽ മുളകും വെളുത്തുള്ളിയും ഇതൊക്കെ കൂട്ടി ഒന്ന് വറുത്തിടാൻ കേട്ടോ. തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വറുത്തിട്ട ശേഷം നമ്മളെല്ലാവരും ചായ കുടിച്ചു കേട്ടോ. മാഷേട്ടനും കിങ്ങിണിയും അതായത് സ്വാമിമാർ ചായ കുടിച്ചതിന് ശേഷം ഞാനും കുഞ്ഞാറ്റിയും ചായ കുടിക്കലായി. ഉണ്ടിയും ചെറുപയർ കറിയും കാപ്പിയൊക്കെ കൂട്ടി നന്നായി ചായ കുടിച്ചു. ചായയെല്ലാം കുടിച്ചിട്ട് ഇന്ന് ഏട്ടൻ്റെ വീടിൻ്റെ കുറ്റിയിടലാണ് കേട്ടോ. അടുത്തേക്ക് ഞാനും കിങ്ങിണിയും കുഞ്ഞാറ്റിയും കൂടിയിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. കാട്ടുപോയി മാഷറൻ കുറച്ച് മുമ്പിൽ പോയിട്ടുണ്ട്. നമ്മൾ നടന്നിട്ട് പോകാത്ത മാഷറൻ വണ്ടി എടുത്തിട്ട് മുമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തേക്ക് എത്തി. അവിടെ കുറ്റിയിടുന്ന ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെ നാട്ടുകാർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മാഷേട്ടൻ എന്താ നമ്മൾക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചടങ്ങെല്ലാം പുരോഗമിച്ചുകൊണ്ടുണ്ട്. എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ച് അരിയും കുറിയൊക്കെ ഇട്ടതിന് ശേഷം അവിടുന്ന് ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചായയെല്ലാം കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലെത്തുമ്പോഴത്തേക്ക് അലക്കാനുള്ള തുണി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തേ എന്നെ എടുക്കാത്തേ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ വേഗം തുണി അലക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തുണി നനച്ചിട്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇനി തുണിയൊക്കെ ഇറക്കിയിട്ടിട്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളെ വീടിന് തൊട്ടടുത്തൊരു തറവാടുണ്ട്, അവിടെ തെയ്യമുണ്ട് കേട്ടോ. വർഷം തോറും തെയ്യം ഉണ്ടാവലുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകണം. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 12:30 സമയം ഒരുപാട് വൈകി. നമ്മൾ ആ വീടിൻ്റെ കുറ്റിയിടലിന് പോയല്ലോ ഏട്ടൻ്റെ. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് സമയം കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. തുണി അലക്കാതെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയല്ലേ, തുണിയാണെങ്കിൽ ഉണങ്ങുന്നുമില്ല. ഇത് ഡിസംബർ മാസമാണോ ജൂൺ മാസമാണോ എന്ന് അറിയുന്നില്ല. നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെയിൽ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ തുണി നനച്ചിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ പണി പിന്നെ അതവിടെ ബാക്കി തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ തുണി അലക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ തോടുണ്ട്, തോട് കിടന്നിട്ട് അക്കരെയാണ് ഈ തെയ്യമുള്ള തറവാട് വരുന്നത്. അവിടെ നിന്ന് മൈക്കിൽ വിളിച്ചു പറയുന്നത് കേട്ടു കേട്ടോ. സ്വാമിമാർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന്. അത് കേട്ട സമയത്ത് തന്നെ മാഷേട്ടനും കിങ്ങിണിയും പെട്ടെന്ന് രണ്ടാളും പോയിട്ട് അടുത്തേക്ക് ചോറ് കഴിക്കാനായിട്ട് അവർ പോയി. സ്വാമിമാർക്കാണല്ലോ ആദ്യം കൊടുക്കുന്നത്, അതുകൊണ്ട് അവർ രണ്ടാളും പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള തുണിയൊക്കെ ഒന്ന് അലക്കിയിടണം. അലക്കിയിട്ടതിന് ശേഷം തെയ്യത്തിന് പോകാമെന്നിട്ടാണ് വിചാരിക്കുന്നത്. ഞാനും കുഞ്ഞാറ്റും പിന്നെ എൻ്റെ ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം വൈകിയതുകൊണ്ട് ഏട്ടൻ കൊണ്ടാക്കി വണ്ടിയിൽ. 10 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ നമുക്കില്ലൂ കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മളെത്തുമ്പോഴത്തേക്കും ഇവിടെ തെയ്യം ആവുന്നുണ്ട് കേട്ടോ. വിഷ്ണുമൂർത്തി തെയ്യം കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ തെയ്യമൊക്കെ കണ്ടു. വിഷ്ണുമൂർത്തി തെയ്യം കഴിഞ്ഞവിടെ നമ്മളെല്ലാം കൂടി ചോറ് കഴിക്കാൻ പോയി. ചോറിന് നല്ല സാമ്പാറും അവിയല് കൂട്ടുകറി അച്ചാർ നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടി ചോറ് കഴിച്ച ശേഷം വൈകുന്നേരത്തെ തെയ്യങ്ങൾ കാണാനായിട്ട് നമ്മളവിടെ കാത്തു നിന്നു കേട്ടോ. തലേദിവസം രാത്രി തൊട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആവോളം 10 തെയ്യത്തിൽ കൂടുതൽ തെയ്യങ്ങൾ നമ്മളിവിടെ ഉണ്ടാവലുണ്ടായി. കുറച്ച് വൈകി വന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 4 തെയ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പുലർച്ചക്കൊക്കെ തെയ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇനി ഒരു തെയ്യം കൂടി ബാക്കിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ തെയ്യത്തിന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം സമയം വൈകും. ഇപ്പോൾ തന്നെ സമയം 4:30 5 മണിയുടെ അടുത്തായിട്ടുണ്ട്. അവിടെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടി തിരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നടന്നിട്ട് തോട് കടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. കിങ്ങിണിയും മാഷേട്ടനാണെങ്കിൽ നേരത്തെ അവർ രണ്ടാളും ചോറ് കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ കുറച്ച് വൈകുന്നേരമാണ് കേട്ടോ അവിടെ നിന്ന് വന്നത്. എല്ലാ വീഡിയോയിലും അധികവും തെയ്യമൊക്കെ കാണിക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരിക്കും എപ്പോഴും ഇവർക്ക് പോകാനേ സമയമുള്ളൂ തെയ്യമൊക്കെ ആയിട്ടെന്ന്. അത് ഈ ഒരു മാസക്കാലം 2, 3, 4, 5 മാസം നമുക്കിവിടെ നാട്ടിൻ പുറത്ത് ചുറ്റുവട്ടത്തൊക്കെ അമ്പലത്തിലും തറവാട്ടിലൊക്കെ തെയ്യം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളെ തോട്ടിലേക്ക് എത്തി. തോട്ടിൽ നിന്ന് ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയിട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. കുഞ്ഞാറ്റനെ കൂടാണ്ട് ഏട്ടൻ്റെ കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ വെള്ളത്തിൽ കളിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് കയറുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തോടിൻ്റെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴി കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. മുകളിൽ തോട്ടമാണ്. തോട്ടത്തിലൂടെ നടന്നിട്ട് ഇതുപോലെ തോട്ടിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ക്യാമറയാണെങ്കിൽ വലിയൊരു ക്ലിയർ ഇല്ല. അതുകൊണ്ട് തന്നെ വീഡിയോസിനൊന്നും വലിയൊരു ക്ലാരിറ്റി കാണുന്നില്ല അല്ലേ. അങ്ങനെ കുറേ നേരം തോട്ടിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. തെയ്യത്തിന് പോയിട്ട് വരുന്ന സമയത്ത് ചന്തയിൽ നിന്ന് ഇനി ഒരു സാധനം വാങ്ങാൻ ബാക്കിയില്ല. സാധനമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ അനിയത്തി എന്നോട് പറയാമെന്ന് നീ നല്ലോണം തടി വെച്ചല്ലോ അമ്മ ചേച്ചിന്ന്. അവൾ കുറച്ച് നാളായി ഇപ്പം നമ്മളെ കണ്ടിട്ട്. അവൾ വയനാടാണ്. ഇപ്പം തെയ്യത്തിനായിട്ട് 2-3 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. തെയ്യം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവൾ പോകും. അവൾ പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ആയിട്ട് നല്ലോണം തടി വെച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തടി വെച്ചപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ വീണ്ടും കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തോട്ടിൽ കണ്ടത്തിൽ കൂടിയിട്ട് വന്നിട്ട് തോട്ടത്തിലേ കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൃഷിയൊക്കെ എടുത്തുകൊണ്ട് കണ്ടാണ് കേട്ടോ ഇത്.